നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാരദ, എന്തായത്? ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ഗോപാലേട്ടാ. അത് തന്നെയാണോ എനിക്ക് അറിയേണ്ടത്? കൊച്ചെന്തേടോ? അതെ, എല്ലാ സ്ഥലവും അരിച്ചു പറക്കണം. എന്താടി നിന്ന് പരുകുന്നത്? കൊച്ചതിനകത്ത് എങ്ങനെ ഉണ്ടോ? ഉച്ചയ്ക്ക് വിളമ്പാനുള്ള ചോറും കറിയോ സാറേ? സംശയം ഉണ്ടെങ്കിൽ സാറ് നോക്കിക്കോ. ആ, നോക്കാൻ തന്നെയാ പോകുന്നത്. നീ ഇവിടെ തന്നെ കാണണം. ഞാൻ പിന്നെ എവിടെ പോകാനാ സാറേ? നീ എന്താടി തിരുവാതിര പഠിച്ചിട്ടുണ്ടോ? നമ്മളെയൊക്കെ ആര് പഠിപ്പിക്കാനാ സാറേ? പിന്നെ കുറച്ച് മാർഗം കളി അറിയാം. ആ മാർഗം നീ എന്റെ അടുത്ത് എടുക്കണ്ട. എന്റെ പൊന്നു മോളെ, നീ ഇപ്പൊ തല ഉയർത്തല്ലേ? തൊട്ട് മുന്നിലാ കാലം നിൽക്കുന്നത്. ഇതൊക്കെ എന്താടി? ചോറാ സാറേ. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ സാറേ? കുറച്ചു നേരം കൂടി ഇരിക്കണം, എന്നാലേ പിടിക്കൂ. വെച്ച ഉടനെ ഇറക്കി വെച്ചതാ. ആ, കുഴപ്പമില്ല. കുട്ടി ഇവിടേക്ക് വന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ എങ്ങനെയാ സാറേ കുട്ടി വരുന്നത്? ആ, വാടോ സർ, വാ. ഭഗവാനെ, ഇപ്പോഴാ എന്റെ ഉയിര് നേരെ വീണത്. എന്തായാലോ? സർ, അവിടെയും ഇല്ല സർ. നിങ്ങൾ എല്ലായിടത്തും ശരിക്കും തെരഞ്ഞോ? നോക്കിന്നല്ല അമ്മ അവരിപ്പോ പറഞ്ഞേ. അപ്പൊ എങ്ങനെയാ ചന്ദ്രബോസ്? ശാലിനെ കൊണ്ടുപോണോ? അത് വിഷ്ണു. മിസ്റ്റർ ACP, മേഡം, നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയും നേരം ജോലിയോട് കാണിച്ച കൂറിന്. അത് പിന്നെ കമ്മീഷൻ ഓഫീസിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു മേഡം. ആ പ്രഷർ കളക്ടറോടും കളക്ടറുടെ വീട്ടുകാരോടും നന്നായി കാണിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നോ? അതോ സത്യാമ്മ എന്നെ ശരിക്കും ദ്രോഹിച്ചേക്കണമെന്ന് പറഞ്ഞ വല്ല കൈമടക്കം തന്നോ? മേഡം, Shut up. ഇപ്പൊ പന്ത് എന്റെ കോർട്ടിലാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ ഒരക്ഷരം തിരിച്ചു പറയാതെ നിന്ന് കേൾക്കേണ്ടി വരും അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്. ഇവള് കൊച്ചിനെ നാട് കടത്തിയിട്ടുണ്ട് ചന്ദ്രബോസ്. കൊച്ചിനെ കാണാതായി ഇവിടെ അന്വേഷിച്ചു വരുന്ന അവൾക്ക് മുമ്പേ അറിയാം. അതുകൊണ്ട് കൊച്ചിനെ ഇവിടെ നിർത്തില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവളെ കൊണ്ടുപോയി നിങ്ങളുടെ ആ സെല്ലിനകത്തിട്. വനിതാ പോലീസുകാരോട് കയറിയൊന്നും മേയാൻ പറ. തത്ത പറയുന്ന പോലെ ഇവളെ കാര്യങ്ങൾ മണി മണി പോലെ പറയും. ഇനി എന്റെ മോന്റെ കല്യാണം നടത്താതിരിക്കാൻ എന്റെ പപ്പി മോളെ എന്തെങ്കിലും ചെയ്തോന്ന് പോലും ഞാൻ സംശയിക്കുക. അതിനും മടിക്കത്തില്ല ഇവള്. സത്യമേ, ദൈവദോഷം പറയരുത്. എന്റെ മോള് കൂടി അവള്, ഈ വീട്ടിലെ കുട്ടി. ആ, മോള് ഇവിടെ തന്നെ ഇരുന്നു. എല്ലാരും പോയിട്ടിറങ്ങിയാ മതി. എന്റെ കൊച്ചേ, ഇനി ഇങ്ങനെയുള്ള സാഹസമൊന്നും കാണിക്കല്ലേ. ശാലിനി കുഞ്ഞിനെ കൊച്ചിന്റെ ആൾക്കാരിട്ട് പൂരിക്കുക. വിഷ്ണുവേട്ടാ, ദേവിയത് സത്യമേ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പപ്പിയെ മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കേ.
നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയുള്ളൂ. അമ്മേ വന്നേ പോവാ. വെറുതെ ശാലിനി സംശയിച്ചിട്ട് എടാ, വിട്. അമ്മ പപ്പി ഇവിടെ ഒന്നുമില്ല. അമ്മ വന്നേ കേറ്. വിടാനല്ലേ പറഞ്ഞത്? അമ്മയോട് വരാനാ പറഞ്ഞത്. നമുക്ക് വേറെ എവിടെ അപ്പൊ നോക്കാം. പിന്നെ നിങ്ങളും പോവല്ലേ സാറേ? സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോ ഇപ്പൊ കൊച്ചിനെ കണ്ടെത്തി തരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങള്. ഇനിയിപ്പൊ ഞങ്ങള് തന്നെ തിരക്കി ഞങ്ങളുടെ കൊച്ചിനെ കണ്ടുപിടിച്ചോളാം. പിന്നെ ചെയ്തു തന്നതിനൊക്കെ നന്ദിയുണ്ട്. മാഡം സോറി, കമ്മീഷൻ കൂടി ഇടപെട്ട കേസായതുകൊണ്ട് വേണോ? സർ, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. സർ, ഒരു സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. പപ്പിയുടെ ബാഗ്. സാർ അത് എന്റെ ബാഗാ. മോളുടെ ബാഗായിരുന്നോ? ആ എന്താണ് ആ കുഞ്ഞിന്റെ ബാഗാണ് എടുത്തോണ്ട് വരുന്നത്? സോറി സാർ, അതവിടെ കിടക്കുന്നത് കണ്ടപ്പോ എന്താ മോളുടെ പേര്? സത്യ. ആ നല്ല പേരാണല്ലോ. നോക്കട്ടെ, ആ ബാഗ് ഒന്ന് കാണിച്ചേ. ഇത് ഞങ്ങളുടെ പപ്പിമോളുടെ ബാഗ് തന്നെയാ. വിഷ്ണു, വിഷ്ണു ഇടാ, ഇത് പപ്പിമോളുടെ ബാഗ് തന്നെയല്ലേ? നോക്ക്. നോക്കടാ. അത് തുറന്നു നോക്കണോ? ഇങ്ങ് തരൂ. എടാ, സാർ പത്മിനി എന്നാ ഇതില്? ഇങ്ങോട്ട് എടുക്കണോ? സാർ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചി ഇവിടെ തന്നെ ഉണ്ട്. സാർ, ഇവളറിയാതെ പപ്പി എവിടെയും പോവില്ല. സാർ, ഇവളോട് ചോദിക്ക് എന്റെ കുഞ്ഞിനെ കൊന്നോ ഇല്ലയോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.